നിങ്ങളെ സുവോളജിയിലെ 5ാമത്തെ ചാപ്റ്ററാണ് എവല്യൂഷൻ. ഈ എവല്യൂഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ നിങ്ങൾ പഠിക്കുമ്പോൾ ടെക്സ്റ്റ് ഒന്ന് നന്നായിട്ട് വായിക്കണം. കാരണം എവല്യൂഷൻ എന്ന് പറയുന്നത് ഒരു കൺസെപ്റ്റാണ്. കൃത്യമായിട്ട് നമ്മളിപ്പോൾ കഴിഞ്ഞ ചാപ്റ്ററിൽ മോളിക്കുലാർ ബേസിസിലൊക്കെ പറഞ്ഞ പോലെ DNA സ്ട്രക്ചർ അല്ലെങ്കിൽ അതിൻ്റെ റെപ്ലിക്കേഷൻ അല്ലെ പ്രോട്ടീൻസസ് ഒക്കെ കൃത്യമായിട്ട് പ്രിസൈസായ പോയിൻറ്റുകളാണ്, കൃത്യമായ ഫാക്റ്റുകളാണ്, പ്രൂവ് ചെയ്യപ്പെട്ട കാര്യങ്ങളുമാണ്. എവല്യൂഷൻ എന്ന് പറയുമ്പോൾ ഒരു ഐഡിയ അല്ലെങ്കിൽ ഒരു കൺസെപ്റ്റാണ്. നിങ്ങൾക്കറിയാം, ഇപ്പോഴും പലരും എവല്യൂഷൻ അംഗീകരിക്കാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. ഭൂമിയിൽ ജീവികളുണ്ടായത് പരിണമിച്ചാണ് എന്ന് വിശ്വസിക്കാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. അതിന് കാരണം ഭൂമിയിൽ ജീവികൾ പരിണമിച്ചാണ് ഉണ്ടായത് എന്നുള്ളത് ദൈവം ക്രിയേറ്റ് ചെയ്തു എന്ന കൺസെപ്റ്റിനെതിരാണ്. എല്ലാ റിലീജിയൻസിൻ്റെയും അടിസ്ഥാനം ഗോഡ് ക്രിയേറ്റഡ് മാൻ എന്നൊരു കൺസെപ്റ്റാണ്. അപ്പം അതിനെതിരായി നിൽക്കുന്ന ഒരു കൺസെപ്റ്റ് ആയതുകൊണ്ട് തന്നെ എവല്യൂഷനെ റിലീജിയസ് ആയ ആൾക്കാരൊന്നും അംഗീകരിക്കുന്നില്ല. കാരണം അവർക്ക് അംഗീകരിക്കാൻ പറ്റില്ല. ഇനി എവല്യൂഷൻ എന്ന് പറയുന്നത് ഒരു കൺസെപ്റ്റും ഒരു അസംഷനുമാണ്. കാരണം നമ്മളാരും എവല്യൂഷൻ നടന്നത് കണ്ടിട്ടില്ല. എവല്യൂഷൻ നടന്നത് കാണുക എന്ന് പറയുന്നത് പോസിബിളും അല്ല. കാരണം ഒരു ചെറിയ മാറ്റം ഉണ്ടാവണമെങ്കിൽ പോലും മില്യൺസ് ഓഫ് ഇയേഴ്സ് വേണം എന്നാണ് എവല്യൂഷൻ പറയുന്നത്. അപ്പോൾ എന്തുകൊണ്ട് എവല്യൂഷൻ നടന്നു എന്ന് നമ്മൾ വിശ്വസിക്കുന്നു എന്ന് ചോദിച്ചാൽ, എവല്യൂഷൻ നടന്നു എന്ന് വിശ്വസിക്കാൻ പറ്റുന്ന തരത്തിലുള്ള കുറേ തെളിവുകൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്കറിയാലോ, അതിൽ പ്രധാനപ്പെട്ട തെളിവുകളാണ് ഫോസിലുകൾ. ഇപ്പോൾ മില്യൺസ് ഓഫ് ഇയേഴ്സ് ബാക്ക് ഡിനോസറുകൾ ജീവിച്ചിരുന്നു എന്ന് നമ്മളാരും അറിയില്ല. നമുക്ക് ഡിനോസറിൻ്റെ കുറേ ഫോസിലുകൾ കിട്ടിയിട്ടുണ്ട്. ആ ഫോസിലുകൾ ഉപയോഗിച്ച് നമുക്കതിൻ്റെ ബോഡി റീക്രിയേറ്റ് ചെയ്യാൻ പറ്റും. മാത്രമല്ല, ആ ഫോസിലുകളുടെ കാലപ്പഴക്കവും നിർണ്ണയിക്കാൻ പറ്റും റേഡിയോ കാർബൺ ഡേറ്റിംഗ് വഴി. അപ്പം അങ്ങനെയൊക്കെയാണ് നമ്മൾ എവല്യൂഷന് കുറേ തെളിവുകൾ സ്ഥാപിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ആ തെളിവുകളിലൂടെ നമ്മൾ സ്ഥാപിക്കുക അല്ലെങ്കിൽ പറഞ്ഞു വരികയാണ് എവല്യൂഷൻ വഴിയാണ് ജീവികൾ ഉണ്ടായത് എന്ന്. ഇനി എവല്യൂഷൻ നടക്കുന്നതിന് മുമ്പേ ഒറിജിൻ ഓഫ് ലൈഫ് നടന്നിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, എവല്യൂഷൻ ഓഫ് ലൈഫും ഒറിജിൻ ഓഫ് ലൈഫും തമ്മിൽ വ്യത്യാസമുണ്ട്. ഒറിജിൻ ഓഫ് ലൈഫ് എന്ന് പറയുന്നത് ഒരു ജീവൻ്റെ തുടക്കമാണ്. അപ്പോൾ നിങ്ങൾക്കൊരു പൂച്ചക്കുട്ടി ജനിക്കുമ്പോൾ അല്ലെ മനുഷ്യൻ്റെ കുട്ടി ജനിക്കുമ്പോൾ അതൊരു ഒറിജിൻ ഓഫ് ലൈഫ് അല്ലേ? അല്ല, അതിനെ ഒറിജിൻ ഓഫ് ലൈഫായിട്ട് കണക്കാക്കുന്നില്ല. അതിനെ വിളിക്കാൻ നമ്മൾ കണ്ടിന്യൂറ്റി ഓഫ് ലൈഫ് എന്നാണ്. ജീവൻ്റെ തുടർച്ച, കണ്ടിന്യൂറ്റി ഓഫ് ലൈഫ്. കണ്ടിന്യൂറ്റി ഓഫ് ലൈഫ് നടക്കുന്നത് റീപ്രൊഡക്ഷൻ വഴിയാണ്. അപ്പോൾ ഒരു പൂച്ചക്കുഞ്ഞിനെ ഉണ്ടാക്കുന്നത് ആ സന്തതി പരമ്പരയുടെ തുടർച്ചയാണ്, കണ്ടിന്യൂറ്റി ഓഫ് ലൈഫാണ്. അതിനെ ഒരിക്കലും ഒറിജിൻ ഓഫ് ലൈഫ് എന്ന് വിളിക്കില്ല. ഒറിജിൻ ഓഫ് ലൈഫ് എന്ന് പറയുന്നത് ഭൂമിയിൽ ആദ്യ ജീവരൂപങ്ങൾ ഉണ്ടായ പർട്ടിക്കുലർ ഇൻസിഡൻ്റാണ്. അതുവരെ ഭൂമിയിൽ ജീവരൂപങ്ങളില്ലായിരുന്നു. അപ്പോൾ ഒരു പൂച്ചയിൽ നിന്നൊരു പൂച്ചക്കുഞ്ഞുണ്ടാകുമ്പോൾ ആ ഉണ്ടായ പൂച്ചക്കുഞ്ഞ് നേരത്തെ ഒരു ജീവനുള്ള ജീവിയിൽ നിന്നുണ്ടായതാണ്. അവിടെ അതിന് ഒറിജിൻ ഓഫ് ലൈഫ് നമുക്ക് വിളിക്കാനാവില്ല. ദാറ്റ് ഈസ് ഓൺലി റീപ്രൊഡക്ഷൻ ഓർ ദാറ്റ് ഈസ് ഓൺലി ദ കണ്ടിന്യൂറ്റി ഓഫ് സ്പീഷീസ് അല്ലെ കണ്ടിന്യൂറ്റി ഓഫ് ലൈഫ്. അതേസമയം ഒറിജിൻ ഓഫ് ലൈഫ് എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് ആദ്യകാലത്ത് ജീവരൂപങ്ങളൊന്നുമില്ലാത്ത സമയത്ത് പൂർണ്ണമായും അജൈവമായ സാഹചര്യങ്ങളിൽ നിന്ന് ഭൂമിയിൽ ആദ്യ ജീവരൂപങ്ങൾ എന്നാണ് പറയുന്നത്, കോശങ്ങൾ പോലുമല്ല, ചില ജീവതന്മാത്രകൾ, ന്യൂക്ലിക് ആസിഡും പ്രോട്ടീനും പോലുള്ള ജീവതന്മാത്രകൾ ഒറിജിനേറ്റ് ചെയ്ത പ്രോസസ്സിന് പറയുന്ന പേരാണ് ഒറിജിൻ ഓഫ് ലൈഫ്. എവല്യൂഷൻ ഓഫ് ലൈഫ് എന്ന് പറയുന്നത് അങ്ങനെ ആദ്യമായിട്ടുണ്ടായ ജീവരൂപങ്ങൾ സിമ്പിളായ ജീവികളായിരുന്നു. ജീവികൾ എന്ന് പറയാനാവില്ല, സിമ്പിളായ ജീവരൂപങ്ങളായിരുന്നു. ഇന്ന് വളരെ കോംപ്ലക്സ് ആയ ജീവരൂപങ്ങളാണുള്ളത്. അപ്പോൾ സിമ്പിളായ ജീവരൂപങ്ങളിൽ നിന്ന് കോംപ്ലക്സ് ആയ ജീവഘടനകൾ ഉണ്ടായത്. അപ്പോൾ സിമ്പിളിൽ നിന്ന് കോംപ്ലക്സ് ആയ ജീവരൂപങ്ങൾ. എങ്ങനെയൊക്കെ പറയാത്? യൂണിസെല്ലുലാറിൽ നിന്ന് മൾട്ടി സെല്ലുലാറിലേക്ക്, പ്രോകാരിയോട്ടിൽ നിന്ന് യൂകാരിയോട്ടിലേക്ക്, സെൽ ലെവൽ ഓർഗനൈസേഷനിൽ നിന്ന് ടിഷ്യൂ ലെവൽ ഓർഗനൈസേഷൻ വഴി ഓർഗൻ ലെവൽ ഓർഗനൈസേഷനിലേക്ക്, അസിമെട്രിയിൽ നിന്ന് സിമെട്രിക് ആയ രൂപങ്ങൾ, അസീലോമേറ്റിൽ നിന്ന് സീലോമേറ്റായ രൂപങ്ങൾ.
ഇപ്പോൾ വളരെ സിമ്പിളായ ജീവരൂപങ്ങളിൽ നിന്ന്, ഏകകോശ ജീവികൾ പോലെ ജീവരൂപങ്ങളിൽ നിന്ന് ബഹുകോശ ജീവികളും ഓർഗൻ സിസ്റ്റങ്ങളും ഒക്കെയുള്ള ഹയർ ഓർഗാനിസങ്ങൾ മില്യൺസ് ഓഫ് ഇയേഴ്സിൽ ചെറിയ 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 മാറ്റങ്ങളിലൂടെ പരിണമിച്ചുണ്ടായ പ്രോസസ്സാണ് എവല്യൂഷൻ. അപ്പോൾ ഒറിജിൻ ഓഫ് ലൈഫ് എന്ന് പറയുന്ന ഒരു പർട്ടിക്കുലർ ഇൻസിഡൻ്റ് ആണ്. ഭൂമിയിൽ ആദ്യ ജീവരൂപം ഉണ്ടായ ഒരു പർട്ടിക്കുലർ ഇൻസിഡൻറ്റ്. അതിനുശേഷം നടന്നതൊക്കെ എവല്യൂഷൻ ഓഫ് ലൈഫാണ്. എവല്യൂഷൻ ഓഫ് ലൈഫ് നടന്നതുകൊണ്ടാണ് നമ്മൾ ഭൂമിയിൽ ഇന്ന് കാണുന്ന ഇത്രയധികം വെറൈറ്റി ഓഫ് ഓർഗാനിസങ്ങൾ ഉണ്ടായിരിക്കുന്നത്. നിങ്ങൾക്കറിയാം, മില്യൺസ് ഓഫ് ടൈപ്പ് ഓഫ് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് ഭൂമിയിലുണ്ട്. ഒറ്റ വാക്കാണ് ബയോഡൈവേഴ്സിറ്റി. അപ്പോൾ നമ്മളിന്ന് കാണുന്ന ബയോഡൈവേഴ്സിറ്റിക്ക് കാരണം എവല്യൂഷൻ ഓഫ് ലൈഫാണ്. പലതരം ജീവരൂപങ്ങൾ പരിണമിച്ചുണ്ടായി. അപ്പോൾ എവല്യൂഷൻ എന്ന് പറഞ്ഞൊരു പ്രോഗ്രസീവ് പ്രോസസ്സാണ്. പലപ്പോഴും എവല്യൂഷൻ മുന്നോട്ടേക്കാണ് സഞ്ചരിക്കുന്നത്. സിമ്പിളിൽ നിന്ന് കോംപ്ലക്സ് ആയ സ്ട്രക്ചേഴ്സേ ഉണ്ടാവുന്നുള്ളൂ. കോംപ്ലക്സിൽ നിന്ന് തിരിച്ച് സിമ്പിൾ സ്ട്രക്ചേഴ്സ് ഉണ്ടാവുന്ന കേസുകളില്ല എന്ന് തന്നെ പറയാം. സെൽ ലെവലിൽ നിന്ന് ടിഷ്യൂ ലെവൽ, ഓർഗൻ ലെവലേ ഉണ്ടാവും. നേരെ തിരിച്ച് ഓർഗൻ ലെവൽ ടിഷ്യൂ ലെവലായിട്ട് മടങ്ങില്ല. അസിമെട്രിക്കായ ഓർഗാനിസങ്ങൾ സിമെട്രിക്കായി മാറുന്നു, തിരിച്ച് അസിമെട്രിക്കായി മാറുന്ന കേസുകളില്ല. അപ്പോൾ ഒരു പ്രോഗ്രസീവായ മുന്നോട്ടേക്ക് പോകുന്ന പ്രോസസ്സാണ് എവല്യൂഷൻ. എവല്യൂഷൻ സാധാരണഗതിയിൽ റിവേഴ്സ് ഗിയറിൽ പോകാറില്ല, പിന്നോട്ടേക്ക് റിവേഴ്സ് ചെയ്യാറില്ല. അപ്പോൾ സിമ്പിളായ ജീവരൂപങ്ങളിൽ നിന്ന് കോംപ്ലക്സായ ജീവരൂപങ്ങൾ മില്യൺസ് ഓഫ് ഇയേഴ്സിലെ മാറ്റങ്ങൾ കൊണ്ട് നടന്ന ഒരു പ്രോഗ്രസീവായ ഒരു പ്രോസസ്സാണ് എവല്യൂഷൻ. ഇനി എവല്യൂഷൻ എന്ന് പറയുന്നത് ഒരു പ്രോസസ്സുമാണ്, ഒരു പ്രോഡക്റ്റുമാണ്. ഇപ്പോൾ എവല്യൂഷൻ എന്ന് നമ്മൾ വിശേഷിപ്പിക്കുമ്പോൾ അത് ഒരേ സമയം ഒരു പ്രോസസ്സാണ്, ഒപ്പം തന്നെ ഒരു പ്രോഡക്റ്റുമാണ്. നിരന്തരം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രക്രിയയാണ് എവല്യൂഷൻ. എവല്യൂഷൻ ആദ്യ ജീവരൂപങ്ങൾ ഉണ്ടായത് മുതൽ നമ്മളിപ്പോൾ പറയുന്ന സമയം വരെ എവല്യൂഷൻ നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ എവല്യൂഷൻ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രക്രിയയാണ്, പ്രോസസ്സാണ്. എവല്യൂഷൻ ഒരു പ്രോഡക്റ്റാണ്. അങ്ങനെ വിളിക്കാൻ കാരണം നമ്മളിന്ന് കാണുന്ന മില്യൺസ് ഓഫ് ടൈപ്പ് ഓഫ് പ്ലാന്റ്സ്, അനിമൽസ്, പ്രോട്ടിസ്റ്റ, മൊണീറയൊക്കെ എവല്യൂഷൻ്റെ ഉൽപ്പന്നങ്ങളാണ്. അപ്പോൾ ഒരേ സമയം ഒരു പ്രോസസ്സും ഒരേ സമയം ഒരു പ്രോഡക്റ്റുമാണ് എവല്യൂഷൻ. അപ്പോൾ വ്യത്യാസം മനസ്സിലാക്കുക. ഒറിജിൻ ഓഫ് ലൈഫ് എന്ന് പറയുന്നത് അന്നേ വരെ ഭൂമിയിൽ ജീവനില്ലാത്ത അവസ്ഥയിൽ നിന്ന്, അജൈവ അവസ്ഥയിൽ നിന്ന് ഭൂമിയിൽ ആദ്യ ജീവതന്മാത്രകളുണ്ടായ പ്രോസസ്സാണ് ഒറിജിൻ ഓഫ് ലൈഫ്. എവല്യൂഷൻ ഓഫ് ലൈഫ് എന്ന് പറയുന്നത് ആദ്യം ഉണ്ടായ ആ പ്രിമിറ്റീവായ ജീവരൂപങ്ങളിൽ നിന്ന് ഹയറും കോംപ്ലക്സുമായ ജീവരൂപങ്ങൾ, സിമ്പിളും ലോവറുമായ ജീവരൂപങ്ങളിൽ നിന്ന് ഒരു പ്രോഗ്രസീവ് പ്രോസസ്സിലൂടെ ഉണ്ടായതാണ് എവല്യൂഷൻ. അപ്പോൾ ഒറിജിൻ ഓഫ് ലൈഫ് വേറെ, എവല്യൂഷൻ ഓഫ് ലൈഫ് വേറെ. എവല്യൂഷൻ ഇന്നും നടന്നുകൊണ്ടേയിരിക്കുന്നു. എവല്യൂഷൻ്റെ പ്രോഡക്റ്റാണ് ഇന്ന് നമ്മൾ കാണുന്ന ബയോഡൈവേഴ്സിറ്റി മൊത്തം. എവല്യൂഷൻ പ്രോഡക്റ്റ് മാത്രമല്ല, ഒരു നിരന്തര പ്രക്രിയയാണ്, പ്രോസസ്സാണ്. ഒരു പ്രോഗ്രസീവ് പ്രോസസ്സാണ് എവല്യൂഷൻ. സിമ്പിളിൽ നിന്ന് കോംപ്ലക്സേ ഉണ്ടാവും, ലോവറിൽ നിന്ന് ഹയർ ഓർഗാനിസങ്ങളേ ഉണ്ടാവും. തിരിച്ച് ഹയറിൽ നിന്ന് ലോവർ ഉണ്ടാവുന്ന റിവേഴ്സ് പാറ്റേണിൽ എവല്യൂഷൻ നടക്കാറില്ല. അപ്പോൾ ഇത്രയാണ് അതിൻ്റെ തുടക്കത്തിലെ ഒരു സിമ്പിൾ ഇൻട്രഡക്ഷൻ. ഇനി നമുക്ക് ചില സീക്വൻസുകൾ നിങ്ങൾ പഠിക്കണം. ടെക്സ്റ്റിലുണ്ട് സീക്വൻസുകൾ. അതായത് ഭൂമിയിൽ ജീവൻ ഉണ്ടാകുന്നതിന് മുമ്പേ ഭൂമി ഉണ്ടായിട്ടുണ്ടാവുമല്ലോ. ഭൂമി ഉണ്ടാകുന്നതിന് മുമ്പേ ഈ യൂണിവേഴ്സ്, പ്രപഞ്ചം ഉണ്ടായിട്ടുണ്ടാവുമല്ലോ. നിങ്ങൾ ടെസ്റ്റിൽ പറയുന്നത് ഏകദേശം 20 ബില്യൺ എന്ന് വെച്ചാൽ 20,000 കോടി ഇയേഴ്സ് എഗോ ആണ് യൂണിവേഴ്സിൻ്റെ ഒറിജിൻ. നമ്മൾ ഇന്ന് കാണുന്ന തരത്തിലുള്ള പ്രപഞ്ചത്തിൻ്റെ ഉത്ഭവം 20,000 കോടി അല്ലെ 20 ബില്യൺ വർഷം മുമ്പാണെന്ന് കരുതുന്നു. അങ്ങനെ യൂണിവേഴ്സിൻ്റെതായ പ്രോസസ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ബിഗ് ബാങ്. യൂണിവേഴ്സ് എങ്ങനെ ഉണ്ടായി എന്നുള്ളതിന് ഒരുപാട് കൺസെപ്റ്റുകളുണ്ട്. സ്ട്രിങ് തിയറി, കെയോസ് കൺസെപ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് വേറെ കുറേ കൺസെപ്റ്റുകളുണ്ടെങ്കിലും നമ്മൾ ഏറ്റവും അധികം അംഗീകരിക്കുന്നതും ഏറ്റവും അധികം റെക്കഗ്നൈസ് ചെയ്യുന്നതും ഏറ്റവും അധികം തെളിവുകളുള്ളതും ബിഗ് ബാങ്ങിനാണ്, മഹാവിസ്ഫോടനം. അപ്പോൾ 20 ബില്യൺ ഇയേഴ്സ് എഗോ നടന്ന ഒരു ജയൻ്റ് എക്സ്പ്ലോഷൻ,
giant explosion in such a magnitude, and such an explosion never happened before. As a result of this huge explosion, matter, energy and gaseous clouds exploded from a single point, and this explosion creates spinning masses of clouds, and from these spinning masses of clouds solar systems, galaxies etc. originate എന്നാണ് പറയുന്നത്. ബിഗ് ബാങ്ങിന് എന്തൊക്കെയാ പ്രൂഫ്? എന്തുകൊണ്ട് നമ്മൾ ബിഗ് ബാങ് തന്നെ ഇത്ര അധികം ഡിപ്പെൻഡ് ചെയ്യുന്നു? അതിന് ഒന്ന് രണ്ട് കൺസെപ്റ്റുകൾ, അതിൻ്റെ 2-3 പ്രധാനപ്പെട്ട തെളിവുകളായിട്ട് പറയുന്നത്, ഒന്ന്, നമ്മൾ പ്രപഞ്ചത്തെ ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വലിയ റേഡിയോ ടെലസ്കോപ്പൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ പ്രപഞ്ചത്തിനെ ഇങ്ങനെ ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒബ്സർവ് ചെയ്യുമ്പോൾ മനസ്സിലാവുന്നത് ഗാലക്സികളും നക്ഷത്രക്കൂട്ടങ്ങളും ഗാലക്സികളൊക്കെ അകന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അതായത് നമ്മൾ ഇവിടെ നിന്നാണ് നോക്കുന്നതെങ്കിൽ ഗാലക്സി കൂട്ടങ്ങളൊക്കെ നമ്മളിൽ നിന്നും അകലുന്നു, പരസ്പരവും അകലുന്നു. നമ്മളിൽ നിന്നും അകലുന്നു അവർ, പരസ്പരവും അകലുന്നു. ഇങ്ങനെയുള്ളൊരു പാറ്റേൺ ഓഫ് മൂവ്മെൻറ്റ് സൂചിപ്പിക്കുന്നത് ഈ ഓബ്ജക്റ്റുകളൊക്കെ നേരത്തെ ഒരു സിംഗിൾ പോയിന്റിലായിരുന്നു, അവിടെ നിന്ന് നടന്നൊരു എക്സ്പ്ലോഷൻ്റെ ഫലമായിട്ടാണ് ഈ ഒരു പാറ്റേൺ ഓഫ് മൂവ്മെൻറ്റ് ഉണ്ടായത് എന്നാണ് നമ്മൾ വാദിക്കുന്നത്. അപ്പോൾ നമ്മൾ പ്രപഞ്ചത്തിലെ സെലസ്റ്റിയൽ ഓബ്ജക്റ്റുകളെ, അതായത് ഗാലക്സി കൂട്ടങ്ങളെയൊക്കെ ഒബ്സർവ് ചെയ്യുന്ന സമയത്ത് അവർ നമ്മളിൽ നിന്ന് അകന്നു പോകുന്നു, അതേപോലെ അവർ പരസ്പരവും അകന്നു പോകുന്നു. ഈ പാറ്റേൺ ഓഫ് മൂവ്മെൻറ്റ് സൂചിപ്പിക്കുന്നത് ഇതേപോലെ ഒരു പർട്ടിക്കുലർ പോയിന്റിൽ ഒരു എക്സ്പ്ലോഷൻ നടന്നതാവാം. മറ്റൊന്ന്, കുറേ കാലമായിട്ട് നമ്മൾ ഈ ഗാലക്സികളുടെ നീക്കം നിരീക്ഷിക്കുമ്പോൾ ഇവരുടെ മൂവ്മെൻറ്റിൻ്റെ വേഗത കുറഞ്ഞു വരുന്നു. അതും അങ്ങനെ തന്നെയാണ് സംഭവിക്കുക. എക്സ്പ്ലോഷൻ നടക്കുമ്പോൾ ഉണ്ടാകുന്ന വേഗത ഉണ്ടാവില്ലല്ലോ പിന്നീട്. അപ്പോൾ ഒരുപാട് കാലമായിട്ട് നമ്മൾ ഗാലക്സികളുടെ മൂവ്മെൻറ്റൊക്കെ ഒബ്സർവ് ചെയ്യുമ്പോൾ ഗാലക്സികളുടെ മൂവ്മെൻറ്റിൻ്റെ അല്ലെങ്കിൽ ഗാലക്സി കൂട്ടങ്ങളുടെ മൂവ്മെൻറ്റിൻ്റെ വേഗത കുറഞ്ഞു വരുന്നു. മറ്റൊരു പ്രൂഫ്. മൂന്നാമത്തെ പ്രധാനപ്പെട്ട ഒരു പ്രൂഫ്, കോസ്മിക് റേഡിയേഷനുകളുടെ ചൂട് കുറഞ്ഞു വരുന്നു. അതായത് ഈ സ്ഫോടനത്തിൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന ഹീറ്റ് അല്ലെങ്കിൽ കോസ്മിക് റേഡിയേഷനുകളുടെ ഹീറ്റ്, ആ ഹീറ്റ് കുറഞ്ഞു വരുന്നു. എക്സ്പ്ലോഷൻ നടക്കുമ്പോൾ ഉണ്ടാകുന്ന ഹീറ്റ് ഉണ്ടാവില്ലല്ലോ പിന്നീട്. അപ്പോൾ ഈ 2-3 കാര്യങ്ങൾ, ഒന്ന് ഗാലക്സികൾ നമ്മളിൽ നിന്നും പരസ്പരവും അകന്നു പോകുന്നത്, മറ്റൊന്ന് ആ അകൽച്ചയുടെ വേഗത, ആ മൂവ്മെൻറ്റ് കുറഞ്ഞു വരുന്നത്, മൂന്നാമത് കോസ്മിക് റേഡിയേഷനുകളുടെ ചൂട് കുറഞ്ഞു വരുന്നത്, ഒക്കെ സൂചിപ്പിക്കുന്നത് ഒരു ബിഗ് ബാങ് നടന്നിരിക്കാം എന്ന് തന്നെയാണ്. മാത്രമല്ല, നിങ്ങൾ ഫിസിക്സിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും, ഈ ബിഗ് ബാങ് നടക്കുന്നതിന് മുമ്പേയുള്ള ഈ മാറ്ററുകളൊക്കെ ഒരു കണ്ടൻസ്ഡ് മാറ്റർ ആയിരുന്നു, ഒരു ചെറിയ പോയിന്റിൽ ഒതുങ്ങിക്കൂടിയ മാറ്റർ. അത്രയധികം കണ്ടൻസ്ഡായ ഒരു മാറ്റർ ആയതുകൊണ്ട് അതിന് കനത്ത ഗ്രാവിറ്റേഷണൽ പുള്ളായിരുന്നു. നിങ്ങൾക്കറിയാലോ, ഗ്രാവിറ്റി ഈസ് പ്രപ്പോർഷണൽ ടു മാസ് കൂടുമ്പോൾ ഗ്രാവിറ്റിയും കൂടും. അപ്പോൾ ഇത്രയധികം മാസ് ഒരു പോയിന്റിൽ കേന്ദ്രീകരിച്ചിരിക്കുമ്പോൾ അതിന് കനത്ത ഗ്രാവിറ്റി ആയിരിക്കും. ഈ ഒരു അവസ്ഥയിലായിരുന്നു ബിഗ് ബാങ്ങിന് മുമ്പേ ഉണ്ടായിരുന്ന പ്രപഞ്ചം. ഇതിന് നടന്ന എക്സ്പ്ലോഷൻ, ഈ എക്സ്പ്ലോഷൻ്റെ ഫലമായിട്ട് ഇപ്പോഴും ചില കണ്ടൻസ്ഡ് മാറ്ററുകൾ പ്രപഞ്ചത്തിൻ്റെ പല കോണുകളിലും ഉണ്ടെന്ന് നമുക്ക് ഫിസിക്സിലൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അതിന് പറയുന്ന പേരാ ബ്ലാക്ക് ഹോൾസ്, ഇൻവിസിബിൾ മാറ്റർ. കാരണം അത്രയധികം കണ്ടൻസ്ഡായ ചില പാർട്ടിക്കിൾ മാറ്ററുകൾ ഇപ്പോഴും പ്രപഞ്ചത്തിൻ്റെ പല ഭാഗങ്ങളിലുണ്ട്. കാണാനാവില്ല, കാരണം ഒരുവിധം ഗ്രാവിറ്റേഷണൽ പുള്ളിനെയൊക്കെ ലൈറ്റ് ഓവർകം ചെയ്യും. ലൈറ്റിന് പോലും ഇതിൽ നിന്ന് പുറത്തേക്ക് വരാൻ പറ്റില്ല. അപ്പോൾ ഇതിനെ കാണാൻ പറ്റില്ല, കേൾക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയുള്ള കണ്ടൻസ്ഡ് മാറ്ററുകൾ, ബ്ലാക്ക് ഹോളുകൾ എന്നൊക്കെ വിളിക്കുന്ന കണ്ടൻസ്ഡ് മാറ്ററുകൾ ഇപ്പോഴും പ്രപഞ്ചത്തിൽ അവശേഷിക്കുന്നത് ഈ ഒരു ബിഗ് ബാങ്ങിനെ സാധൂകരിക്കുന്ന ഒരു പ്രൂഫ് കൂടിയാണ്. അപ്പോൾ നമ്മൾ നമ്മൾ ഇതിലേക്ക് ഡീറ്റെയിൽസ് ആയിട്ട് പോകുന്നില്ല. ഇങ്ങനെ ഒരു ബിഗ് ബാങ് വഴി 20 ബില്യൺ ഇയേഴ്സ് ബാക്ക്
യൂണിവേഴ്സ് ഒറിജിനേറ്റ് ചെയ്തു എന്ന് നമ്മൾ കരുതുന്നു. അതിനുശേഷം 4.5 ബില്യൺ ഇയേഴ്സ് എഗോ, 4.5 ബില്യൺ, 4500 മില്യൺ എന്നും പറയും. ടെസ്റ്റിൽ നിങ്ങൾക്ക് വേറെ ചില സ്ഥലങ്ങൾ കാണാം 4500 മില്യൺ, 4.5 ബില്യൺ വർഷം മുമ്പ് ഇന്ന് നമ്മൾ കാണുന്ന സോളാർ സിസ്റ്റവും എർത്തും, എർത്തിന് ചുറ്റുമുള്ള എർത്തിനോട് ചേർന്ന സോളാർ സിസ്റ്റവും, സൂര്യ കേന്ദ്രീകൃതമായ സോളാർ സിസ്റ്റവും ഇവോൾവ് ചെയ്തു അല്ലെങ്കിൽ ഒറിജിനേറ്റ് ചെയ്തു എന്ന് കരുതുന്നു. അപ്പോൾ എക്സ്പ്ലോഷൻ നടന്നിട്ട് ഒരുപാട് കാലം കഴിഞ്ഞിട്ട് വീണ്ടും ഇതിന് ശേഷം ഒരു 500 മില്യൺ കഴിഞ്ഞിട്ട്, അപ്പോൾ ഇത് 4500 മില്യൺ ആണ്. 500 മില്യൺ കഴിഞ്ഞാൽ 4 ബില്യൺ അല്ലെ 4000 മില്യൺ, 4 ബില്യൺ വർഷം മുമ്പ്. അതായത് ഭൂമിയൊക്കെ ഉണ്ടായിട്ട് ഏകദേശം ഒരു 500 മില്യൺ വർഷം കഴിഞ്ഞിട്ട് ഏകദേശം 4 ബില്യൺ വർഷം മുമ്പ്. ടെസ്റ്റിൽ ഇത് 4500 മില്യൺ എന്ന് കാണാം, ഇത് ചിലപ്പോൾ 4000 മില്യൺ മുമ്പ് ഒറിജിൻ ഓഫ് ലൈഫ് ഉണ്ടായി എന്ന് കരുതുന്നു. ഭൂമിയിൽ ആദ്യ ജീവരൂപങ്ങൾ. അപ്പോൾ ജീവരൂപങ്ങൾ എന്ന് ഓർമ്മിക്കുമ്പോൾ മനസ്സിലാക്കുക, ജീവകോശങ്ങളൊന്നുമല്ല. നമ്മളെ ജീവരൂപങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ ഏകകോശ ജീവികൾ, അതിൽ തന്നെ പ്രോകാരിയോട്ടുകൾ അല്ലെങ്കിൽ വൈറൽ സ്ട്രക്ചറുകൾ എന്നൊക്കെയാണ് നമ്മൾ കരുതുക. അതൊന്നുമല്ല. എന്താ? ചില ജൈവ തന്മാത്രകൾ, ന്യൂക്ലിക് ആസിഡും പ്രോട്ടീനും ചേർന്ന ചില ജൈവ തന്മാത്രകളാണ് ആദ്യ ജീവരൂപങ്ങൾ എന്ന് വിളിക്കുന്നത്, അല്ലാതെ കോശങ്ങളോ ഒന്നുമല്ല. ഇനി വീണ്ടും ഒരുപാട് കാലം കഴിഞ്ഞിട്ട് 2 ബില്യൺ എന്നുവെച്ചാൽ 2000 മില്യൺ വർഷം മുമ്പാണ് ഇന്ന് കാണുന്ന തരത്തിലുള്ള സെല്ലുലാർ ഫോം ഓഫ് ലൈഫ്, ഇന്ന് നമ്മൾ കാണുന്ന രൂപത്തിലുള്ള സെല്ലുലാർ ഫോം ഓഫ് ലൈഫ് ഇവോൾവ് ചെയ്തത് എന്ന് കരുതുന്നു. ഇന്ന് കാണുന്ന കോശരൂപങ്ങൾ. അവിടെ ഞാൻ പറഞ്ഞത് ഇത് കോശങ്ങളൊന്നുമല്ല, വെറും ജൈവ തന്മാത്രകൾ മാത്രമാണ്. അപ്പോൾ ശ്രദ്ധിക്കൂ, 20 ബില്യൺ ഇയേഴ്സ് എഗോ യൂണിവേഴ്സ് മേ ഹാവ് ഒറിജിനേറ്റഡ് ഫ്രം എ ജയൻറ്റ് explosion which a huge magnitude which is referred as Big Bang, Mahavisporanam. Later 4.5 billion years ago, from the spinning clouds which originated by Big Bang, solar system and earth evolved. നമുക്കറിയാം, നമ്മളൊരു സോളാർ സിസ്റ്റം മാത്രമല്ലത്, ഒരുപാട് സോളാർ സിസ്റ്റങ്ങളുണ്ട്. ഇത് കഴിഞ്ഞിട്ട് ഒരു 500 മില്യൺ വർഷം കഴിഞ്ഞപ്പോൾ, ഏകദേശം ഒരു 4 ബില്യൺ ഇയേഴ്സ് എഗോ, ഭൂമിയിൽ ആദ്യ ജീവരൂപങ്ങളുണ്ടായി. ജീവരൂപങ്ങൾ മീൻസ് സം ബയോ ഓർഗാനിക് മോളിക്യൂൾസ്. വീണ്ടും ഏകദേശം 2 ബില്യൺ വർഷം കഴിഞ്ഞപ്പോൾ, അതായത് 2 ബില്യൺ ഇയേഴ്സ് എഗോ, ജീവൻ്റെ ആദ്യ കോശരൂപങ്ങൾ അസംബിൾ ചെയ്യപ്പെട്ടു. അപ്പോൾ ഈ ഒരു സീക്വൻസ് നിങ്ങൾ ഓർമ്മിച്ച് വെക്കണം. മാത്രമല്ല ബിഗ് ബാങ് വഴിയാണ് ഇത് നടന്നത് എന്നും ഒറിജിൻ ഓഫ് യൂണിവേഴ്സ് നടന്നത് എന്ന് ഓർമ്മിക്കണം. പിന്നെ നമ്മൾ ഇതിൽ ഫസ്റ്റ് സബ് ഹെഡിങ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് ഒറിജിൻ ഓഫ് ലൈഫാണ്. അപ്പോൾ എവല്യൂഷൻ ഓഫ് ലൈഫ് പറയുന്നതിന് മുമ്പേ നമ്മൾ ഒറിജിൻ ഓഫ് ലൈഫ് പറയണം. ഭൂമിയിൽ ജീവൻ ഉണ്ടായത് എങ്ങനെ, ഭൂമിയിൽ എങ്ങനെയാണ് ജീവൻ ഉണ്ടായത് എന്നതിനെപ്പറ്റി ഒരുപാട് കൺസെപ്റ്റുകളുണ്ട്. ചിലത് വെറും ആർഗ്യുമെൻറ്റ്സ് മാത്രമാണ്, വാദങ്ങൾ മാത്രമാണ്, പ്രൂവ് ചെയ്യപ്പെടാത്തതാണ്. അത് എന്തൊക്കെയാണെന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കുകയാണ്. ഒരു കൺസെപ്റ്റാണ് സ്പെഷ്യൽ ക്രിയേഷൻ. അല്ലെങ്കിൽ ഡിവൈൻ ഒറിജിൻ എന്ന് വിളിക്കാം. ഭൂമിയിൽ ജീവൻ ഉണ്ടായത് എങ്ങനെയാണെന്നതിന് ഒരു പക്ഷേ ഏറ്റവും അധികം ആൾക്കാർ വിശ്വസിക്കുന്ന ഒരു കാര്യമാണത്. സ്പെഷ്യൽ ക്രിയേഷൻ, ഡിവൈൻ ദൈവികമായ, ദാറ്റ് ഈസ് ഗോഡ് ക്രിയേറ്റഡ് എവരിതിങ്. അവിടെ ഒരു എവല്യൂഷൻ നടന്നിട്ടില്ല. എല്ലാ ജീവികളും ഓൾമോസ്റ്റ് സെയിം ടൈം ക്രിയേറ്റ് ചെയ്യപ്പെട്ടു. മാത്രമല്ല ഇത് പറയുന്നത് ആദ്യം മനുഷ്യനുണ്ടായ ശേഷം മറ്റ് ജീവജാലങ്ങൾ ഉണ്ടായെന്നാണ്. നമ്മൾ എവല്യൂഷനിൽ പറയുന്നത് അങ്ങനെയല്ല, ഏറ്റവും അവസാനമാണ് മനുഷ്യനുണ്ടായെന്നാണ്. അപ്പോൾ എല്ലാ ജീവജാലങ്ങളും ഏകദേശം ഒരേ സമയത്ത് ഒരു ദൈവീക ശക്തിയാൽ സ്പെഷ്യൽ ക്രിയേഷൻ. ഇത് നമ്മൾ പഠിപ്പിക്കുന്നില്ല, കാരണം ഇതിന് പ്രൂഫില്ല. ഇറ്റ്സ് ഓൺലി എ ബിലീഫ്. രണ്ടാമത്തത് പാൻസ്പെർമിയ എന്ന് പറയും, അല്ലെങ്കിൽ അതിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് കോസ്മിക് ഒറിജിൻ.
ചില സയൻറ്റിസ്റ്റുകൾ ഇതിനെ സപ്പോർട്ട് ചെയ്തപ്പോൾ സംസാരിക്കാറുണ്ട്. ഇവർ പറയുന്നത് ഭൂമിയിൽ ജീവൻ എങ്ങനെ ഉണ്ടായി എന്ന് അന്വേഷിച്ചിട്ട് നിങ്ങൾ ബുദ്ധിമുട്ടണ്ട. എന്താ കാരണം? ഭൂമിയിൽ ജീവൻ എങ്ങനെ ഉണ്ടായി എന്ന് അന്വേഷിച്ചിട്ട് നിങ്ങൾ വേവലാതിപ്പെടേണ്ട, ബുദ്ധിമുട്ടണ്ട. കാരണം ഭൂമിയിലല്ല ജീവൻ ഉണ്ടായത്. പ്രപഞ്ചത്തിൻ്റെ മറ്റേതോ കോണിൽ, കോസ്മിക് റീജിയനിലെവിടെയോ ഉണ്ടായ ജീവൻ്റെ സ്പോറുകൾ ഉൽക്കകൾ വഴിയോ മെറ്റീരിയോയിഡ്സ് വഴിയോ സെലസ്റ്റിയൽ ഓബ്ജക്ട്സുകൾ വഴിയോ ഭൂമിയിലേക്ക് കടന്നു വന്നതാവാം, വിസിറ്റ് ചെയ്ത് അതിഥികളായിട്ട് ട്രാൻസ്ഫർ ചെയ്യപ്പെട്ടതാവാം എന്ന് പറയുന്ന കോസ്മിക് ഒറിജിൻ. അപ്പോൾ ഭൂമിയിലല്ല ജീവൻ ഉണ്ടായത്, മറ്റേതോ ഗോളാന്തര ഭാഗങ്ങളിലുണ്ടായ ജീവൻ ഉൽക്കകൾ വഴിയോ മറ്റോ ഇവിടത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെട്ടതാവാം എന്ന് പറയുന്ന പാൻസ്പേർമിയ അല്ലെങ്കിൽ കോസ്മിക് ഒറിജിൻ. ഇതും നമ്മൾ വിശ്വസിക്കുന്നില്ല. രണ്ട് കാര്യം: ഒന്ന്, മറ്റ് ഗോളങ്ങളിലോ നക്ഷത്രക്കൂട്ടങ്ങളിലോ ജീവനുണ്ടോ എന്ന് അന്വേഷിക്കുന്ന പ്രോസസ്സ് നമ്മൾ പണ്ടേ തുടങ്ങിയതാണ്. മറ്റ് ഗോളങ്ങളിൽ ജീവനുണ്ടോ? എക്സോബയോളജി എന്ന് പറയുന്നത്. എക്സോബയോളജി നമുക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയൊരു ഫീൽഡാണ്. നമ്മൾ ഒറ്റക്കാണോ പ്രപഞ്ചത്തിൽ, അല്ലെങ്കിൽ അടുത്തുള്ള ഗോളങ്ങളിൽ എവിടെയെങ്കിലും ജീവനുണ്ടോ? നമുക്ക് പലരെയും സംശയമാണ്. ചൊവ്വയൊക്കെ ഭയങ്കര സംശയമാണ്. കാരണം ചൊവ്വയിലൊക്കെ ജീവൻ ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു ഓബ്ജക്റ്റായിട്ട് നമ്മൾ കണക്കാക്കുന്നു. അതിന് സാധ്യത മെൻഷൻ ചെയ്യാൻ കാരണം ചൊവ്വയിൽ വെള്ളത്തിൻ്റെ സാന്നിധ്യമൊക്കെ ഉണ്ട് എന്ന് പറയുന്നു. കാരണം വെള്ളം എന്ന് പറയുന്നത് നമ്മളെ കൺസെപ്റ്റിൽ ജീവന് വളരെ എസെൻഷ്യലായൊരു സാധനമാണ്. വെള്ളമില്ലാതെ ജീവനില്ല. അപ്പോൾ നമ്മൾ ഇതുവരെയുള്ള നമ്മളെ ഒരു പര്യവേഷണ എക്സ്പ്ലോറേഷൻ പ്രകാരം ഭൂമിക്കടുത്തെവിടെയും ജീവനില്ല. അവിടെ ഇതിനുള്ള പോസിബിലിറ്റി കുറവാണ്. മാത്രമല്ല, ഈ കോസ്മിക് എൻവയൺമെൻറ്റ് എന്ന് പറയുന്നത് ഹസാഡസ് റേഡിയേഷൻസ് ഉള്ളൊരു എൻവയൺമെൻറ്റാണ്. അപ്പോൾ മറ്റേതോ ഗോളത്തിൽ നിന്ന് ഈ കോസ്മിക് എൻവയൺമെൻറ്റിലെ ഹസാഡസായ റേഡിയേഷനുകളൊക്കെ തരണം ചെയ്തിട്ട് ഭൂമിയിലേക്ക് ജീവൻ എത്താനുള്ള പോസിബിലിറ്റി വളരെ 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 കുറവാണ്. അപ്പോൾ ഇതും നമ്മൾ കൃത്യമായൊരു പ്രൂഫ് ഇല്ലാത്തതുകൊണ്ട് പഠിക്കുന്നില്ല. മറ്റൊന്ന് എബയോജനസിസ് എന്ന് പറയും. വാൻ ഹെൽമണ്ട് എന്നൊക്കെ പറയുന്ന ചില ആൾക്കാർ പറഞ്ഞൊരു ഫൂളിഷ്നെസ്സാണ്. നമ്മളിപ്പോൾ അതിനൊരു ഫൂളിഷ്നെസ്സായിട്ട് കണക്കാക്കുന്നു. പക്ഷേ ഒരു കാലത്ത് അതിനെ വിശ്വസിച്ചിരുന്നു. എന്താ? അജൈവ വസ്തുക്കൾ, ജൈവ വസ്തുക്കളും അജൈവ വസ്തുക്കളും അങ്ങനെയാണ്. അജൈവ വസ്തുക്കൾ അഴുകുമ്പോൾ ജീവരൂപങ്ങൾ ഉണ്ടാവാം എന്ന കൺസെപ്റ്റ്. അവർ പറഞ്ഞത് ഇങ്ങനെയാണ്: ഒരു പഴം കെടുമ്പോൾ, ഒരു പഴം അഴുകുമ്പോൾ പഴത്തിൻ്റെ ഉള്ളിൽ നിന്ന് പുഴുക്കൾ വരുന്നത് കാണാം. അപ്പോൾ അഴുകിയ പഴം പുഴുക്കളായി മാറുന്നു. അപ്പോൾ പുഴു ഉണ്ടായത് വേറൊരു പുഴുവിൽ നിന്നല്ല, അഴുകിയ പഴത്തിൽ നിന്നാണ്. അടുക്കള ഭാഗത്തൊക്കെയുള്ള ചീഞ്ഞഴുകിയ ജൈവാവശിഷ്ടങ്ങളുള്ള മണ്ണിൽ നിന്ന് മണ്ണിര പുറത്തേക്ക് വരുന്നത് കാണാം. അപ്പം മണ്ണഴുകുമ്പോൾ മണ്ണിരയായി മാറുന്നു. ഗോഡൗണിലോ അല്ലെങ്കിൽ സ്റ്റോർ റൂമിലോ ഒക്കെയുള്ള പഴയ ചാക്കൊക്കെ നിങ്ങൾ തിരിച്ചും മറിച്ചൊക്കെ ഇടുമ്പോൾ അതിൽ നിന്ന് പാറ്റയും പല്ലിയൊക്കെ പുറത്ത് ചാടുന്നത് കാണാം. അപ്പം ധാന്യങ്ങൾ പഴുകുമ്പോൾ പാറ്റയും പല്ലിയുമായി മാറുന്നു. ഇപ്പം നമുക്കറിയാം ഇതൊരു ഫൂളിഷ്നെസ്സാണ്. ഒരു പഴം ഫ്രീസറിൽ വെച്ചാൽ 10 കൊല്ലം കഴിഞ്ഞാലും അതിൽ നിന്ന് പുഴുക്കൾ പുറത്തു വരില്ല. ഒരു പഴത്തിൽ നിന്ന് പുഴുക്കൾ പുറത്തു വരാൻ കാരണം ആ പഴത്തിൽ ഏതോ ഇൻസെക്റ്റ് ഇട്ട മുട്ട വിരിഞ്ഞിട്ട് വരുന്ന പുഴുക്കളാണ്, അല്ലാതെ പഴത്തിലുണ്ടാകുന്ന പുഴുക്കളല്ല. അപ്പോൾ ഇതും നമ്മൾ പ്രൂവ് ചെയ്തു. അതിനെ ഡിസ്കാർഡ് ചെയ്തു. എബയോജനസിസ് അങ്ങനെ ഡിസ്കാർഡ് ചെയ്യുന്നതിൽ വലിയ പങ്ക് വഹിച്ചത് ലൂയി പാസ്റ്റർ പോലത്തെ സയൻറ്റിസ്റ്റുകളാണ്. ജൈവരൂപങ്ങളിൽ നിന്ന് മാത്രമേ ജൈവരൂപങ്ങൾ ഉണ്ടാവൂ എന്ന് അവർ പറഞ്ഞു. അപ്പോൾ എബയോജനസിസും നമ്മൾ ഡിസ്കാർഡ് ചെയ്തു. ഇനി അടുത്ത 4ാമത്തെ കൺസെപ്റ്റാണ് പ്രധാനപ്പെട്ടത്. അതാണ് നമ്മൾ പഠിക്കുന്നത്, അതാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. അതാണ് ജീവൻ്റെ രാസ ഉത്ഭവം, കെമിക്കൽ ഒറിജിൻ. ഇവിടെ പറയുന്നത് എന്താണെന്ന് പറഞ്ഞാൽ ഏകദേശം 4000 മില്യൺ വർഷം മുമ്പ്, നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ സീക്വൻസ് ആയിട്ട്, 4000 മില്യൺ വർഷം മുമ്പ് അന്നത്തെ ഭൂമിയിലെ സാഹചര്യങ്ങൾ മുതലെടുത്തുകൊണ്ട്, അന്ന് ഒരുപാട് അനുകൂല സാഹചര്യങ്ങളുണ്ടായിരുന്നു. സമുദ്രത്തിൽ വെച്ച് ജീവനുണ്ടായത് സമുദ്രത്തിലാണെന്നാണ് പറയുന്നത്. പല ജൈവ തന്മാത്രകളും
രാസവസ്തുക്കളും അന്നുണ്ടായിരുന്ന പല രാസവസ്തുക്കളും പല രീതിയിൽ റിയാക്ട് ചെയ്തിട്ട് ന്യൂക്ലിക് ആസിഡുകളും പ്രോട്ടീനും പോളിസാക്കറൈഡും പോലുള്ള ജൈവ തന്മാത്രകളും ജീവരൂപങ്ങളും ഉണ്ടായി എന്നതാണ് കെമിക്കൽ ഒറിജിൻ. അപ്പോൾ പ്രിമിറ്റീവ് ഓഷ്യനിലെ സാഹചര്യങ്ങൾ യൂസ് ചെയ്തുകൊണ്ട് ഓഷ്യനിൽ വിവിധ രാസവസ്തുക്കൾ പരസ്പരം റിയാക്ട് ചെയ്തുകൊണ്ട് ആദ്യ ജീവരൂപങ്ങളായ ജൈവ തന്മാത്രകൾ പ്രോട്ടീനും ന്യൂക്ലിക് ആസിഡും ഉണ്ടായി എന്നതാണ് കെമിക്കൽ ഒറിജിൻ പറയുന്നത്. അപ്പോൾ 4 കൺസെപ്റ്റാണ്: സ്പെഷ്യൽ ക്രിയേഷൻ, പാൻസ്പേർമിയ, എബയോജെനസിസ്, കെമിക്കൽ ഒറിജിൻ. ഇതിൽ നമ്മൾ പഠിക്കുന്നത് ഇതാണ്. കെമിക്കൽ ഒറിജിൻ പ്രപ്പോസ് ചെയ്തത് 2 ആൾക്കാരാണ്, 2 സയൻറ്റിസ്റ്റുകളാണ്. ഒന്ന് ഹാൽഡെയിൻ, മറ്റൊന്ന് ഒപ്പാരിൻ. റഷ്യൻ സയൻറ്റിസ്റ്റായ ഒപ്പാരിനും ബ്രിട്ടീഷ് സയൻറ്റിസ്റ്റായ ഒപ്പാരിൻ RIN ഹാൽഡെയിനുമാണ് കെമിക്കൽ ഒറിജിൻ പ്രപ്പോസ് ചെയ്തത്. അപ്പോൾ കെമിക്കൽ ഒറിജിൻ പ്രപ്പോസ് ചെയ്ത ആൾക്കാരാണ് ഒപ്പാരിനും ഹാൽഡെയിനും. ഇതാണ് നമ്മൾ പഠിക്കുന്നത്. അതെന്താ ഇത് മാത്രം പഠിക്കാൻ കാരണം? ഇതിന് പ്രൂഫുണ്ട്, തെളിവുണ്ട്. എന്തിന് തെളിവുണ്ട്? കെമിക്കൽ ഒറിജിൻ ഓഫ് ലൈഫ് നടന്നു എന്നതിന് തെളിവുണ്ട്. എന്താ തെളിവ്? നമ്മളാരും കണ്ടിട്ടില്ലല്ലോ. 4000 ബില്യൺ വർഷം മുമ്പ് 4000 മില്യൺ വർഷം മുമ്പ് സമുദ്രത്തിൽ ജീവൻ ഉണ്ടാകുന്നത് കാണാൻ നമ്മളാരെങ്കിലും ഉണ്ടോ? എന്താ തെളിവ്? ഇത് തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. 2 ആൾക്കാർ ഇത് ലാബിൽ പ്രൂവ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടാവും, ഒരു ഫ്ലാസ്കും ഫണലൊക്കെ വെച്ചിട്ടുള്ളൊരു എക്സ്പെരിമെൻറ്റ്. അപ്പോൾ 2 പേര് ഈ കെമിക്കൽ ഒറിജിൻ നടക്കും എന്ന് പ്രൂവ് ചെയ്തിട്ടുണ്ട് ലാബിൽ. അത് ഒന്ന് സ്റ്റാൻലി മില്ലർ, മറ്റൊന്ന് ഹാരോൾഡ് സി യുറേ. സ്റ്റാൻലി മില്ലറും ഹാരോൾഡ് സി യുറേയും 1953 ലാബിൽ നടത്തിയ എക്സ്പെരിമെൻറ്റുകൾ വഴി കെമിക്കൽ ഒറിജിൻ നടക്കാൻ സാധ്യതയുണ്ട് എന്ന് സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ കെമിക്കൽ ഒറിജിൻ പ്രപ്പോസ് ചെയ്തത് ഹാൽഡെയിനും ഒപ്പാരിനും. ഈ കെമിക്കൽ ഒറിജിൻ ലാബിൽ പ്രൂവ് ചെയ്തത് മില്ലറും യുറേയും. ഈ മില്ലർ യുറേയുടെ എക്സ്പെരിമെൻറ്റ് നമ്മൾ പഠിക്കുന്നുണ്ട്, മില്ലർ യുറേ എക്സ്പെരിമെൻ്റ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെ പ്രൂവ് ചെയ്യപ്പെട്ടത് കൊണ്ടാണ് നമ്മൾ ഇത് മാത്രം പഠിക്കുന്നത്. അങ്ങനെ പ്രൂവ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് നമ്മൾ മറ്റത് പഠിക്കാത്തത്. അപ്പോൾ ശ്രദ്ധിക്കുക, കെമിക്കൽ ഒറിജിൻ ഓഫ് ലൈഫ് ആണ് ഇമ്പോർട്ടൻസ്. പ്രിമിറ്റീവ് ഓഷ്യനിൽ വെച്ച് പ്രിമിറ്റീവായ സാഹചര്യങ്ങളിൽ അജൈവ തന്മാത്രകൾ റിയാക്ട് ചെയ്തിട്ട് ജൈവ തന്മാത്രകളായ പ്രോട്ടീനും ന്യൂക്ലിക് ആസിഡും ഒക്കെ ഉണ്ടായി എന്ന് പ്രപ്പോസ് ചെയ്ത ആൾക്കാരാണ് ഹാൽഡെയിനും ഒപ്പാരിനും. അപ്പോൾ കെമിക്കൽ ഒറിജിൻ ഓഫ് ലൈഫ് പ്രപ്പോസ് ചെയ്തത് ഒപ്പാരിനും ഹാൽഡെയിനും. ഇത് ലാബ് കണ്ടീഷൻ ലാബിൽ പ്രൂവ് ചെയ്തത് സ്റ്റാൻലി മില്ലറും ഹാരോൾഡ് സി യുറേയും 1953. അവർ എക്സ്പെരിമെൻറ്റ് നമ്മൾ പഠിക്കുന്നുണ്ട്, മില്ലർ യുറേ എക്സ്പെരിമെൻറ്റ്. അങ്ങനെ എക്സ്പെരിമെൻ്റലി പ്രൂവ് ചെയ്യപ്പെട്ടൊരു കാര്യമാണ് ഇത്. അപ്പോൾ ഓർമ്മിക്കുന്നത്, പേര് മാറിപ്പോയത്. കെമിക്കൽ ഒറിജിൻ പ്രപ്പോസ് ചെയ്തത് ഹാൽഡെയിനും ഒപ്പാരിനും, അത് പ്രൂവ് ചെയ്തത് ലാബിൽ കെമിക്കൽ ഒറിജിൻ പ്രൂവ് ചെയ്തത് മില്ലറും യുറേയും. ഇനി നമുക്ക് ആ എക്സ്പെരിമെൻറ്റിനെ പറ്റി ബ്രീഫായിട്ട് പഠിക്കണം. ചിലപ്പോൾ ഡയഗ്രാം വെച്ചിട്ട് ക്വസ്റ്റ്യൻ വരാം. മില്ലർ യുറേ എക്സ്പെരിമെൻറ്റ് എന്താ അവർ ചെയ്തത്? 4 ബില്യൺ വർഷം മുമ്പ് അല്ലെങ്കിൽ 4000 മില്യൺ വർഷം മുമ്പ് പ്രിമിറ്റീവായ ഭൂമിയിലെ സാഹചര്യങ്ങൾ മുതലെടുത്തുകൊണ്ട് ജീവനുണ്ടായി എന്നാണല്ലോ പറയുന്നത്. അവർ ലാബിൽ ആ അന്തരീക്ഷങ്ങൾ പുനഃസൃഷ്ടിച്ചു. ഏകദേശം 4 ബില്യൺ വർഷം മുമ്പ് ഭൂമിയിലുണ്ടായിരുന്ന സാഹചര്യം ഒരുവിധം ഏറെക്കുറെ ലാബിൽ പുനഃസൃഷ്ടിക്കാൻ ശ്രമിച്ചു. അന്ന് ഭൂമിയിൽ കനത്ത ടെമ്പറേച്ചറാണ്, ഹൈ ടെമ്പറേച്ചർ ക്രിയേറ്റ് ചെയ്തു. കനത്ത റേഡിയേഷനാണ്, അതുപോലെ കനത്ത ലൈറ്റ്നിങ് ആണെന്ന് ഭൂമിയിൽ. ഇടിമിന്നലുകൾ, നിരന്തരം ഇടിമിന്നലുകൾ. ഇത് നമുക്കറിയാം, ഭൂമിയിൽ മിന്നലുകൾ കുറവാണ്. മിന്നലുകൾ മേലത്തെ അപ്പർ അറ്റ്മോസ്ഫിയറിക് ലെയറിലുണ്ട്, പക്ഷെ താഴോട്ടേക്ക് വരുന്നില്ല. കാരണം അറ്റ്മോസ്ഫിയർ ഉള്ളതുകൊണ്ട്, ഭൂമിക്ക് ചുറ്റും കട്ടിയുള്ളൊരു അറ്റ്മോസ്ഫിയർ ഉള്ളതുകൊണ്ട് ഡിസ്ചാർജ് ചെയ്ത് പോവാണ്. അപ്പോൾ ഇന്ന് വളരെ പവർഫുള്ളായ ലൈറ്റ്നിങ് മാത്രമേ താഴെ എത്തൂ. ഈ 4 ബില്യൺ വർഷം മുമ്പത്തെ കാര്യം, അന്ന് ഭൂമിക്ക് ചുറ്റും കട്ടിയുള്ളൊരു അറ്റ്മോസ്ഫിയർ രൂപപ്പെട്ടിട്ടില്ല. അറ്റ്മോസ്ഫിയർ ഇല്ല, അതിൻ്റെ മേലെ ഓസോൺ ലെയർ ഇല്ല, ഒന്നുമില്ല. അതുകൊണ്ട് എല്ലാ റേഡിയേഷൻസും നേരെ താഴെ എത്തും. ഇന്നെത്തില്ല, കാരണം ഓസോൺ ലെയറൊക്കെ ഉള്ളതുകൊണ്ട് റേഡിയേഷനുകൾ പ്രിവെൻറ്റ് ചെയ്യപ്പെടും. റേഡിയേഷൻ കണ്ടെയ്ൻ ഹ്യൂജ് എമൗണ്ട് ഓഫ് എനർജി. പ്രോസസ്സ് നടക്കണമെങ്കിൽ കനത്ത എനർജി വേണം. രണ്ടാമത് ലൈറ്റ്നിങ്. അന്ന് അന്തരീക്ഷത്തിന് കട്ടി കുറവായതുകൊണ്ട് നിരന്തരം ലൈറ്റ്നിങ് ഭൂമിയുടെ സർഫസിലേക്ക് എത്തും.
അതിലും കനത്ത അളവിൽ എനർജി ഉണ്ട്. അപ്പോൾ ഒന്ന് ഹൈ എമൗണ്ട് ഓഫ് റേഡിയേഷൻസ്, മറ്റൊന്ന് കണ്ടിന്യൂസ് ലൈറ്റ്നിങ്. മൂന്നാമത്തെ ഫേവറബിളായ കണ്ടീഷൻ, അന്ന് ഭൂമിയിൽ ഒരു ശല്യക്കാരനില്ലായിരുന്നു. അതായത് ലൈഫിൻ്റെ ഒറിജിൻ അല്ലെങ്കിൽ ബയോമോളിക്യൂളുകൾ ഉണ്ടാവാൻ സഹായകമായ ഒരു സാഹചര്യം എന്ന് പറയുന്നത് ഈ ബയോമോളിക്യൂളുകൾ ഉണ്ടാകുന്ന പ്രോസസ്സിനെ നിരന്തരം തടസ്സപ്പെടുത്തുന്ന ഒരു ഏജൻ്റ് അന്ന് ഭൂമിയിലില്ലായിരുന്നു. അതാണ് മോളിക്കുലാർ ഓക്സിജൻ. അപ്പോൾ 3 കാര്യങ്ങളാണ് ഒറിജിൻ ഓഫ് ലൈഫ്, കെമിക്കൽ ഒറിജിൻ ഓഫ് ലൈഫിനെ സപ്പോർട്ട് ചെയ്ത 3 ഘടകങ്ങൾ. ഒന്ന്, പ്ലെൻറ്റി ഓഫ് എനർജി അവൈലബിൾ. അതായത് അന്നത്തെ ഭൂമിയിൽ ഇഷ്ടംപോലെ എനർജി ഉണ്ടായിരുന്നു. എന്തൊക്കെ രൂപത്തിൽ? ഇൻ ദ ഫോം ഓഫ് റേഡിയേഷൻ ആൻഡ് ലൈറ്റ്നിങ്. ഇന്നില്ല, കാരണം കട്ടിയുള്ള അറ്റ്മോസ്ഫിയർ വന്നതോടുകൂടി റേഡിയേഷനുകൾ കുറഞ്ഞു, ലൈറ്റ്നിങ്ങും കുറഞ്ഞു. 2, ആബ്സെൻസ് ഓഫ് ഫ്രീ മോളിക്കുലാർ ഓക്സിജൻ. അതായത് ഭൂമിയിലെ കണ്ടീഷൻസ് അന്ന് എയറോബിക് അല്ല, അനറോബിക് ആയിരുന്നു. 3, ഒരു കാര്യം കൂടെയുണ്ട്. ഒന്ന് എന്താ? പ്രിമിറ്റീവ് ഓഷ്യൻ. അന്നത്തെ ഭൂമിയിലെ ഓഷ്യൻ, പ്രിമിറ്റീവ് ഓഷ്യൻ ഒരു ഗാഢതയുള്ള രാസലായനി പോലെയായിരുന്നു. ആക്ട് ആസ് ഇതിനെ വിളിക്കുന്ന പേരാ കെമിക്കൽ സൂപ്പ്, SOUP. പ്രിമിറ്റീവ് ഓഷൻ എന്ന് പറയുന്നത് വളരെ സാന്ദ്രത കൂടിയൊരു രാസലായനി പോലെയായിരുന്നു. അന്ന് ഭൂമിയുടെ സർഫസിലും അറ്റ്മോസ്ഫിയറിലുള്ള എവരി എലമെൻറ്റ്സ്, കോമ്പൗണ്ട്സ് ആൻഡ് മെറ്റൽസ് ലയിച്ച് ചേർന്ന ഒരു രാസലായനി പോലെ അന്നത്തെ ഓഷ്യൻ ആക്ട് ചെയ്തു. അപ്പോൾ ആ പ്രിമിറ്റീവ് ഓഷ്യനിൽ വെച്ച് രാസലായനിയുടെ ആനുകൂല്യം ഉപയോഗിച്ച് ആ ഓക്സിജൻ ഇല്ലാത്ത അന്തരീക്ഷം മുതലെടുത്തുകൊണ്ട് ഇഷ്ടംപോലെ എനർജി റേഡിയേഷനും ലൈറ്റിങ്ങും ഫോമിലും കിട്ടിയതുകൊണ്ട് ഈ എനർജി ഉപയോഗിച്ച് ആദ്യ രാസതന്മാത്രകൾ ഉണ്ടായതാണ് എന്നാണ് കെമിക്കൽ ഒറിജിൻ സ്ഥാപിക്കുന്നത്. അപ്പോൾ കെമിക്കൽ ഒറിജിൻ നടക്കാനുള്ള കാരണങ്ങൾ, അപ്പോൾ ഇത് തൽക്കാലം മാറ്റി വെക്കുക. ഈ ഹെഡിങ് കെമിക്കൽ ഒറിജിൻ നടക്കാൻ ഫേവറബിളായ 3 കണ്ടീഷൻസ്. ഒന്ന്, പ്ലെൻറ്റി ഓഫ് എനർജി വാസ് അവൈലബിൾ ഇൻ ദ ഫോം ഓഫ് അയണൈസിങ് റേഡിയേഷൻ ആൻഡ് ലൈറ്റ്നിങ്. ഇന്നത് പോസിബിൾ അല്ല, കാരണം തിക്ക് അറ്റ്മോസ്ഫിയർ ആൻഡ് ഓസോൺ ലെയർ പ്രിവെൻറ്റ് ലൈറ്റ്നിങ് ആൻഡ് റേഡിയേഷൻ. മറ്റൊന്ന്, അന്ന് ഫോട്ടോസിനസ് ഒന്നുമില്ല, അതുകൊണ്ട് ഫ്രീ മോളിക്കുലാർ ഓക്സിജൻ വാസ് ആബ്സെൻറ്റ് ഓർ എർത്ത് അറ്റ്മോസ്ഫിയർ വാസ് അനൈറോബിക്. ദിസ് അനൈറോബിക് കണ്ടീഷൻ support synthesis of biomolecules. Third one is the most important one, primitive ocean which with high salt concentration act as a chemical soup for origin of new molecules. അപ്പോൾ ഈ 3 എണ്ണമാണ് അന്ന് ഭൂമിയിൽ ജീവൻ്റെ ഒറിജിനെ സഹായിച്ച 3 ഫാക്ടറുകൾ. അത് പ്രത്യേകിച്ച് ഓർമ്മിച്ച് വെക്കുക.